ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ ചായയും കടി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ചോറാട്ട വെക്കുന്നത്. ചോറ് ഞാൻ ഇസി കുക്കുമ്പ വെച്ചു, അതേപോലെ കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ഇന്ന് ചോറും കൂട്ടാനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട് കേട്ടോ, പെരിന്തൽമണ്ണ. അപ്പം ആദൂനൊന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ്. അപ്പം മത്തൻ വെച്ചങ്ങാണ്ടാണ് കറി വെക്കുന്നത്. മത്തൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ് കുക്കർക്ക് ഇട്ടെടുത്തു. പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് കുക്കറിൽ ഒരൊറ്റ വിസിലിന് വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് ഞാൻ കടി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. ചപ്പാത്തി ഇന്നലെ തലേന്ന് രാത്രി തന്നെ അതൊക്കെ പരത്തി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേനി. അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ മുട്ട കൊണ്ട് എളുപ്പം മുട്ടക്കറി ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. മുട്ട വെച്ചങ്ങാണ്ടേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ്, തേങ്ങയൊന്നും വേണ്ട. അപ്പോൾ 2 തക്കാളി എടുത്തുങ്ങാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇന്ന് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക്, അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് ആദൂനെ കൊണ്ടുപോകേണ്ട ദിവസമാണ് കേട്ടോ. ഓന് മൂക്കിൽ ദശ വന്നു എന്നൊക്കെ പറഞ്ഞില്ല നാളത്തെ ഒരു വീഡിയോയിൽ. അപ്പം 6 ആഴ്ച കഴിഞ്ഞിട്ട് ഇന്ന് കൊണ്ടു ചെല്ലാൻ പറഞ്ഞ ദിവസമാണ്. അപ്പം അങ്ങനെ പോവുകയാണ്. ഇന്ന് 10 മണിൻ്റെ ട്രെയിനിനാണ് പോണത്. അപ്പം വാവക്ക് ചോറ് കൊണ്ടുപോകണം. അതേപോലെ നാണിപ്പാക്കുണ്ട് ഇവിടെ. 3 മണിൻ്റെ കൂടെ പോരുന്നത്. അപ്പോൾ അവർക്ക് ചോറും കൂട്ടാനൊക്കെ വേണമല്ലോ. അതാണ് ആദ്യം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കണത്. വാവക്ക് നേരത്തെ പോകണമല്ലോ. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചങ്ങാണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണ ചൂടായപ്പം കടുവും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ ആ ക്രഷ് ചെയ്ത തക്കാളി ഉണ്ടല്ലോ അത് ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു. സിമ്പിൾ കറിയാട്ടത്. ഇത് അട ഉണ്ടാക്കുമ്പോൾ അയക്ക് കൂട്ടുക, അതേപോലെ ഓട്ടട, അതേപോലെ ചപ്പാത്തി, അങ്ങനെയുള്ള കടികൾ, ഒരുവിധം കടികൾക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നപ്പം ക്രഷ് ചെയ്താൽ തന്നെ പെട്ടെന്ന് വാടി വരാനാട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടി കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടെടുത്ത് അതും നല്ലോണം വഴറ്റി കൊടുത്ത്, പിന്നെ അതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. അപ്പോൾ ഞാൻ ചോപ്പർക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് അതൊന്ന് ചുവറ്റിങ്ങാണ്ട് അത് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിന് ഉപ്പിട്ടെടുത്തിട്ട് ഒന്ന് തിളച്ചിട്ട് വേണം മുട്ട കുത്തി വയ്ക്കാൻ. അപ്പം ആദൂനെയാണ് കൊണ്ടുപോകണതിൻ്റെ കൂടെ മോനാണ് പോരുന്നത്. ആദ്യം അംഗൻവാടിക്ക് പറഞ്ഞയച്ചിട്ടാട്ടോ പോണത്. എന്താകും ഒരാൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് അംഗൻവാടിക്ക് പോണത്. അപ്പം ഇനി അടുത്ത വർഷം സ്കൂളിലൊക്കെ ആക്കുകയാണല്ലോ. അപ്പം അങ്ങനെയും ആണുങ്ങൾക്ക് ചേലാവുക. ഇനിയിപ്പോൾ ഒരാൾക്ക് വല്ല അസുഖമായാലും രണ്ടാളും ലീവ് ആവേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരാൾക്ക് വെച്ചെങ്കിലും ഒരാളെ പറഞ്ഞയച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ശീലിപ്പിക്കണമല്ലോ ഇപ്പം തന്നെ. അപ്പോൾ 2 ആളും പാടെ കൊണ്ടുപോയാലോ ശരിയാവില്ല. അപ്പം ഓനൊന്ന് അംഗൻവാടിയൊക്കെ ഒന്ന് പറഞ്ഞയച്ചു നോക്കുക. നാണിപ്പാക്ക് അവിടെ ഉണ്ട്. നാണിപ്പാക്ക് അവിടെ കടയിലുണ്ടാവും താഴെ. അപ്പം അഥവാ കറിയാണെങ്കിൽ പോയി കൊണ്ടുവരും ചെയ്യുക. അങ്ങനെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. ഇനി അതൊന്ന് ചിക്കി കൊടുക്കുക. ഓവറായിങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് ഗ്യാസ് കൊണ്ട് ഓഫ് ചെയ്യുക. പിന്നെ ആ ചൂട് കടന്ന് തന്നെ ആ മുട്ട വെന്ത് കിട്ടും. അങ്ങനെ മത്തൻ കറിക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാൻ അരമുറി തേങ്ങയും അതേപോലെ ഒരു 3 ചെറിയ ഉള്ളിയും 1 സ്പൂണ് നല്ല ജീരകവും ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ തേങ്ങ ചിരവാത്തോണ്ടാണ് ഇങ്ങനെ കാട്ടുന്നത്. ചിരവാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് അപ്പം തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറൊക്കെ മത്തനൊക്കെ വിസിൽ വന്നുകൊണ്ട് ഓഫ് ചെയ്തിട്ടിക്കണം. അപ്പോൾ അതൊക്കെ നല്ലോണം വെന്തിക്കണം. ഇതേ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അങ്ങനെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പറയണില്ല, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അങ്ങനെ അരപ്പൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ മിക്സിൻ്റെ ജാറൊന്ന് ചുവറ്റിങ്ങാണ്ട് അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി മത്തൻ കറിയാണ് കേട്ടോ. നല്ല ജീരകത്തിൻ്റെ ഒരു ചെറിയൊരു ചൊവയുണ്ടാവും. അങ്ങനെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പില്ല. അപ്പോൾ അങ്ങനെ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിത് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കടുവും കറിവേപ്പിൻ്റെ ഇട്ടുങ്ങാണ്ട് തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ മത്തൻ കറി, സിമ്പിൾ മത്തൻ കറി റെഡിയാവും കേട്ടോ. ഈ മത്തൻ കറിക്ക് ഒരു പൊട്ട് ഉണക്കൽ മീനും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി. അപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ അങ്ങനെ മത്തൻ കറി വെക്കാൻ. പിന്നെ മത്തൻ കറി വെക്കും വേറെ ഒരു ടൈപ്പിൽ തോലൊന്നും കളയാതെ, കടുവൊക്കെ വറുത്തങ്ങാണ്ട് തേങ്ങ അരക്കാതെ അങ്ങനെയും വെക്കും കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മളെ അടിപൊളി മത്തൻ കറി സെറ്റായി. അപ്പോൾ ചോറൊക്കെ വിസിലൊക്കെ പോയിങ്ങാണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിനി. അപ്പോൾ അതൊന്ന് വാർത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ്. കുക്കറിൻ്റെ വാഷർ ഊരിങ്ങാണ്ട് വാർത്തെടുക്കുക. അപ്പോൾ നല്ല ചോറായി കിട്ടും നമുക്ക്. അങ്ങനെ ഊറ്റിയെടുത്ത ചോറ് കുക്കറിലാണ് വെച്ചതോ തന്നെ അറിയില്ല കേട്ടോ. നല്ല എന്താ പറയുക, വെറുവേനെ നിൽക്കുന്ന ചോറായിക്കാര. ഒരു പശപ്പോ ഒട്ടലോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ചോറും കറിയും ചപ്പാത്തിക്കുള്ള കറിയും ഒക്കെ കഴിക്കണം. അപ്പം നമുക്ക് ചപ്പാത്തിയും ചുട്ടെടുക്കാം.
അങ്ങനെ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞ് വാവക്ക് ചായ കൊടുക്കട്ടോ. വാവക്ക് ട്യൂഷനും സ്കൂളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓന് 7 ഓന് പോകണം. ഓന് കുറേ ദിവസമായിട്ട് 10-15 ദിവസമായിട്ട് ഓൻ ലീവിലേനിട്ടോ. ഓൻ്റെ കൈ ഒടിഞ്ഞിട്ട് കയ്യിന് ചെറിയൊരു പൊട്ടലുണ്ടായിട്ട് പ്ലാസ്റ്റർ ഇട്ടേക്കാണ്. അപ്പോൾ വലത്തെ കൈയിനാണ്. അപ്പം എഴുതാനൊന്നും കഴിയൂല. അപ്പം അങ്ങനെ പോവലില്ല. അപ്പം ഇന്നലെ മാഷ് വിളിച്ചിനി 15 ദിവസം ക്ലാസ് ആബ്സെൻ്റ് ആയാൽ ഓനെ പേര് വെട്ടും. പിന്നെ അയച്ചങ്ങനെ നമ്മൾ അഡ്മിഷൻ എടുത്തുങ്ങാണ്ട് ചേർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നിന്ന് പറഞ്ഞയക്കാണ്. അപ്പം അവിടെ പോയിരുന്നു. ഓനക്ക് ക്ലാസ് കേൾക്കാമല്ലോ പറഞ്ഞാണ്ട് ഓനെ പറഞ്ഞയക്കാണ്. അപ്പം പ്ലാസ്റ്റർ ഇട്ടതിൻ്റെ മുകളിൽ ബാൻഡേജ് കെട്ടി കൊടുക്കുകയാണ് മിതു. ഈ പ്ലാസ്റ്റർ ഇട്ടാലേ ഒരു മാസം കഴിയണമല്ലോ വെട്ടാൻ. എന്തായാലും ഇപ്പോൾ വീക്കൊക്കെ കുറഞ്ഞാണ്ട് ഇപ്പം ലെവലായി വരുന്നുണ്ട്. പിന്നെ വലത്തെ കൈനായതുകൊണ്ട് ചോറുന്നാനും ഒക്കെ ഗതികേടാണ് സ്കൂൾക്ക് പോയാൽ. അപ്പം അങ്ങനെ 10-15 ദിവസം ഏതായാലും പറഞ്ഞയച്ചിട്ടില്ല. അപ്പം ഇനി പോകൽ നിർബന്ധമാണ്. അപ്പോൾ ചോറും ഒരു സ്പൂണൊക്കെ കൊടുത്ത് വിട്ടിരുന്ന സ്പൂൺ കൊണ്ട് ചോറിനോളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ മീനുണ്ടായിന് കായം പുരട്ടി വെച്ചത്. അപ്പോൾ അതും ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പം ഇന്ന് പോകാനുണ്ടായതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ച് അതേപോലെ മീനൊക്കെ കായം പുരട്ടി വെച്ച് ഒരുവിധം നമ്മൾ പ്ലാനിങ് ഉണ്ടാവുമല്ലോ. നാളെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഓരോരോ പ്ലാനിങ് എടുത്ത് വെക്കുമല്ലോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പോവും ചെയ്യാം. 10 ട്രെയിനിന് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു 9:30-9:45 ആകുമ്പോഴത്തേനും ഇവിടുന്ന് പോകണം. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് യാത്ര ഉള്ളൂ കേട്ടോ റെയിൽവേക്ക്. ട്രെയിനാകുമ്പോൾ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബസ്സിനാണെങ്കിലും വണ്ടിക്കാണെങ്കിലും ഒക്കെ നമുക്ക് അതിലേറെ സുഖം ട്രെയിനിനാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ റെയിൽവേയിൽ ഒരു 10 മണിയായപ്പോൾ എത്തിയിട്ടു. അപ്പോൾ നമ്മൾ ആദ്യക്കുട്ടൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനും ഒക്കെ പാടുണ്ട് കേട്ടോ. അവന് ഭയങ്കര പേടി, ഒരു മുഖഭാവമൊക്കെ ഇങ്ങോട്ട് ആകെ മാറിയിരിക്കണോ എൻ്റെത്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് കയറിയിട്ട് പിന്നെ അങ്ങാടിപ്പുറത്ത് ഇറങ്ങും കേട്ടോ. പിന്നെ അവിടുന്ന് ഓട്ടോക്ക് പോകലാണ്. ഒരു 3 കിലോമീറ്ററോളം അവിടുന്ന് പോകാൻ. അപ്പോൾ 1 മണിക്കൂർ ട്രെയിൻ യാത്ര ഉണ്ട്. അവൻ്റെ ഇരുത്തം കണ്ടിട്ടേ അവനെല്ലാവരും നോക്കി ചിരിക്കണുണ്ട്. അപ്പോൾ അവന് ചിരി വരുന്നുണ്ട്, അതേപോലെ പേടി ഉണ്ടേനും. രണ്ടും പാടെ മിക്സിങ് ആണ്. ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് ഇറങ്ങി. പിന്നെ അവിടുന്ന് 3 കിലോമീറ്ററാണ് അൽഷിഫ ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ഒരു ഓട്ടോ എടുത്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോന്നു. അപ്പം ഞങ്ങളത് 4 നമ്പർ. അപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല. 11:30 ഡോക്ടർ എത്തുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഡോക്ടർ ഒരു സർജറിയിലാണ്. കഴിയുമ്പോഴത്തേന് 12 മണിയാവും എന്ന് പറഞ്ഞു. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നത്. അതുവരെ ഞങ്ങളവിടെ ഇരുന്നു. ഈ കുട്ടികളെ മൂക്കിൽ കാണപ്പെടുന്ന ദശവളർച്ചയാണ് ഈ അഡിനോയിഡ് എന്ന് പറയുന്നത്. പിന്നെ ടോൺസിലുകൾ പോലെയുള്ള അപകടകാരിയായ വൈറസിനെയും ബാക്ടീരിയയും പ്രതിരോധിക്കുക എന്നതാണ് ഈ അഡിനോയിഡിൻ്റെ ധർമ്മം. ഇതിനുണ്ടാക്കുന്ന വീക്കം സൂക്ഷിക്കണം. അതേപോലെ ബ്രോങ്കൈറ്റീസ് പറഞ്ഞൊരു സംഭവമുണ്ട്. ചെവി പൈപ്പ്, കേൾവിക്കുറവ്, പഠന വൈകല്യം എന്നിവ എല്ലാം എളുപ്പം പിടിപെടും. പിന്നെ അത് മുതിർന്നവരിലുണ്ടാവും. ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, ഹൃദയാഘാതം അങ്ങനെ ഉണ്ടാവും കേട്ടോ. കൂർക്കം വലിയും ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ ഇനി 2 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്. മൂക്കിൽ ഒരു സ്പ്രേ തന്നേക്കാണ് മൂക്കിലടിക്കാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 മണി ആയിക്കണം. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് 2:50 ഒരു ട്രെയിൻ നമുക്ക് നിലമ്പൂർക്ക് ഉണ്ട്. അപ്പോൾ അതിന് തന്നെ പോകാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെ വന്നു. അപ്പോൾ ട്രെയിനാട്ടാണ് വരുന്നത്. അങ്ങനെ ട്രെയിനിൽ കയറി ഞങ്ങൾ പോന്നിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വരുന്നതൊക്കെ ട്രെയിനിലായതുകൊണ്ട് ക്ഷീണം തീരെ അറിഞ്ഞിട്ടേ അല്ല. പിന്നെ അതിനും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഒരു പേടിയും സങ്കടവും സന്തോഷമൊക്കെ പാടേനി. ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.